ഓക്കെ, ഇതിൻ്റെ നോർമൽ കളർ മോഡിലെല്ലാം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഈ ഒരു ക്യാമറ മേടിച്ചത് തന്നെ ഇതിൻ്റെ ഫേസ് ട്രാക്കിങ്ങിൻ്റെ ഓപ്ഷനും കൊണ്ട് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഇതിപ്പോൾ ഇങ്ങോട്ട് ക്യാമറ ഞാൻ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും തിരിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് മാക്സിമം എന്നെ തന്നെ ഫേസ് തന്നെ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഒരു ഓട്ട് മീലായിരുന്നു. 4:15 ആയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങി. ഒരു 15-15 മിനിറ്റ്സ് ഞാനെപ്പോഴും ടൈം എടുത്തേ കഴിക്കാറുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പം രാവിലെ എന്ന് പറയാൻ ജിമ്മിലോട്ട് 2 വണ്ടിയുണ്ട്. ജിം ഇച്ചിരി ദൂരമാണ്. അപ്പം 2 വണ്ടിയിൽ ആദ്യത്തെ വണ്ടി എനിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല, കാരണം അന്നേരം ഞാൻ കഴിയത്തേ ഉള്ളായിരിക്കും. ഇപ്പം ഞാൻ രണ്ടാമത്തെ വണ്ടി ഒരു 5-8 ആയപ്പോഴത്തേക്കും വന്നു. ഇപ്പോൾ ഈ വണ്ടിയും ഡയറക്റ്റല്ല, ഈ വണ്ടി കയറിയിട്ട് ഒരു സ്റ്റോപ്പിലിറങ്ങി അവിടുന്ന് അടുത്ത വണ്ടി കയറണം. ഏറെക്കുറെ നമുക്ക് 1 hour ടൈമുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഞാനും കഴിച്ചത് ഒരു 800 calories അടുത്താണ് ആ ഫുഡെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് ഡൈജസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്, 1/2 ലിറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഏറെക്കുറെ വെള്ളം കുടിച്ച് തീരും, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ഇന്നാണ് അപ്പം അടുത്ത വണ്ടർ മാക്സ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അത് ചെക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും എൻ്റെ വെയ്റ്റ്സ്, ഇപ്പം നമ്മൾ ജിമ്മിൽ ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും കുറേ പേരൊക്കെ തന്നെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ്. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു വെയിറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ഊഹത്തിന് നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ വെയിറ്റ് എടുക്കും. ക്ഷീണം തോന്നിയില്ല, നല്ല സ്ട്രെങ്ത് തോന്നുന്ന ദിവസം നല്ല ഹെവി ചെയ്യും. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ വണ്ടർ മാക്സിൻ്റെ 70% അല്ലെങ്കിൽ 80% നമ്മൾ ഇട്ടേക്കുന്ന പ്രോഗ്രാമിനനുസരിച്ച് എടുക്കും. എന്നിട്ട് 70% ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നെങ്കിൽ ഇനി വരുന്ന ആഴ്ചകളിൽ ഞാൻ അതിൽ നിന്ന് ചെറിയായിട്ട് കൂട്ടി കൊണ്ടുവരും. അപ്പോൾ ഞാൻ സെയിം വെയിറ്റ് തന്നെ പയ്യെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം മസിലിന് എപ്പോഴും ഒരു ചലഞ്ചിങ് സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ മസിൽ ഡെവലപ്പ് ആവും. ഇപ്പം ഇവിടെ ഇപ്പോൾ സമയമായി 5:15 ഉള്ളൂ. ഞാൻ ഏറെക്കുറെ ഒരു 3/4 മണിക്കൂറിലും എടുക്കും അവിടെ ചെല്ലാൻ. ഒരു 5:45-6 മണിയായാലും എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ജിമ്മിൽ ഇന്ന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഫിലിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്യാമറയുടെ ഒരു മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന സാധനം എപ്പോഴും എൻ്റെ വീഡിയോസ് എല്ലാം ഭയങ്കര സ്റ്റില്ലാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അപ്പോൾ ഞാനിപ്പോൾ ഓർത്തത് ഈ ഒരു ക്യാമറ ഓസ്മോ പോക്കറ്റ്സിന് ഞാൻ മേടിച്ചതിൻ്റെ വേറെ റീസൺ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇതിൻ്റെ എയർ ട്രാക്കിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ കൈയായിട്ട് തിരിക്കേണ്ട കാര്യമില്ല, ക്യാമറ ഓട്ടോമാറ്റിക്കലി എന്നെ ഫോളോ ചെയ്തോളൂ. അപ്പോൾ എനിക്കിത് ജിമ്മിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഒറ്റയ്ക്ക് ഫിലിം ചെയ്യാൻ നേരം വർക്കൗട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലും ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എനിക്ക്. അപ്പോൾ ഇനി എനിക്ക് 1/2 ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കണം. ബാക്കി ജിമ്മിൽ എത്തിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ഫൈനലി ബസ്സൊക്കെ കയറി നമ്മൾ സമയമായി 5:59, 1 മിനിറ്റും കൂടെ ആയാൽ 6 മണിയാകും. ഞാൻ എത്രയും കാറ്റ് പ്രതീക്ഷയില്ല, അത്യാവശ്യം തണുപ്പുമുണ്ട്. പിന്നെ അവിടെ അങ്ങറ്റത്താണ് നമ്മുടെ വ്യൂർ ജിമ്മ്. അവിടം വരെ നടന്നെത്തുന്ന താമസം. പിന്നെ വർക്കൗട്ടെല്ലാം നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഇന്നോട്ടുള്ള വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇന്നാണ് ഞാൻ എൻ്റെ അപ്പർ ലോവർ ഒന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയ പ്ലാന് വണ്ടർ മാക്സ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുന്നത്, വെയിറ്റ് എങ്ങനെയാണ് കൂട്ടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കാരണം അധികം താമസിക്കാതെ അകത്തോട് കയറട്ടെ. വാമപ്പുകൾ ബാക്കി ചെയ്യേണ്ടിയിരുന്നതിൽ നിന്നെല്ലാം കുറച്ചും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ അതിന് മാത്രം ആൾക്കാർ ഇതിനകത്തുള്ളത് കൊണ്ട് ബാക്കിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ വാമപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബാക്ക് സ്ക്വാട്ട് മെയിൻ സെറ്റ് എന്ന് പറയുന്നത് 4 എണ്ണമാണ് വാമപ്പ് വരുന്നത്. ആദ്യത്തേത് 2 ബാക്ക് സ്ക്വാട്ടുണ്ട്. നമ്മൾ വണ്ടർ മാക്സ് ചെക്ക് ചെയ്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എഴുതിയിട്ടൊന്ന് എടുക്കട്ടെ ഫയൽസിൽ. ഓക്കെ, 4 വാമപ്പ് സെറ്റും എൻ്റെ മെയിൻ സെറ്റ് എന്ന് പറയുന്നത് 80% ഓഫ് വണ്ടർ മാക്സ്. എൻ്റെ
സ്ക്വാഡ്സിൻ്റെ 1 മാക്സ് എന്ന് പറയുന്നത് 150 ആയിരുന്നു. അപ്പോൾ 80% എന്ന് പറയുമ്പം 0.8 മൾട്ടിപ്ലൈഡ് ബൈ 150, 120 കിലോയുടെ ഒറ്റ സെറ്റ്, അത് 5 റെപ്പറ്റീഷൻ. അപ്പോൾ 120 വരെ ഉള്ളത്. ബാക്കി വാമം സെറ്റ് എന്ന് പറയുന്നത് 4 വാമം സെറ്റാണ്. അപ്പോൾ 120 അടുത്തെത്തുന്നതും വരെ, അതായത് 60 കിലോ, 80 കിലോ, 100 കിലോ, 110 കിലോ, അങ്ങനെ ഞാൻ പയ്യെ 120 അടുത്തെത്തുന്നതും വരെ വെയിറ്റ് കയറ്റിക്കൊണ്ട് വരും. ഓക്കെ, അതായിരുന്നു നമ്മുടെ മെയിൻ വാമപ്പ് എന്ന് പറയുന്നത്. ബാർ വെച്ച് മാത്രം. ബാർ എന്ന് പറയുന്നത് ഇവിടുത്തെ മിക്കതും 20 kg ആണ്. ഇനി ഒരു 60 കിലോ 20 ഈ വെയിറ്റ് വെച്ചാൽ 5 റെപ്പറ്റീഷൻ. ഒരു 2 മിനിറ്റ് ടൈമർ വെക്കാം. ഇപ്പം 60 ഒരു സെറ്റ് കഴിഞ്ഞു. അടുത്ത 80 ഇടാം. സോറി, അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഒരു പാവപ്പെട്ട മനുഷ്യന് ബെഞ്ച് യൂസ് ചെയ്യാൻ വന്നു. ബെഞ്ച് യൂസ് ചെയ്തോളാം ഞാൻ പറഞ്ഞെങ്കിലും പുള്ളി വേറെ ബെഞ്ച് എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ ആ ബെഞ്ചിൻ്റെ ചോട്ടിലാണ് ഇപ്പോൾ ക്യാമറ വെച്ചേക്കുന്നത്. എനിവേ, ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് 2, 4, 6, 7, 70 ഒരു 10, 10 ഓക്കെ, 80 കിലോ. ഇത് വെച്ചിട്ട് 3 റെപ്പറ്റീഷൻ. കാരണം നമ്മുടെ ഗോളെന്ന് പറയുന്നത് ഒത്തിരി നമ്മളെ തന്നെ നമ്മൾ ടയേർഡാക്കരുത്. കാരണം മെയിൻ സെറ്റിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആവുന്നത് വാമ്പ് മാത്രം, അതുകൊണ്ട് ഒത്തിരി എണ്ണം ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതിൽ 100 ആക്കണം. അപ്പോൾ 100 കിലോ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റോപ്പ് വാച്ച് ഒരു 2 മിനിറ്റ് ടൈമർ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും കണ്ടില്ല, ഒത്തിരി മടുപ്പിക്കേണ്ട. കാരണം 120 കിലോയുടെ 5 റെപ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചെയ്യാനുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ മാക്സിമം 100 മാക്സ് 150 ആണെങ്കിൽ 120 എന്ന് പറയുന്നത് അത്യാവശ്യം 80% നല്ല രീതിയിലുണ്ട്. അപ്പോൾ 5 റെപ്പറ്റീഷൻ അത്യാവശ്യം പാടായിരിക്കണം ചെയ്യാൻ നേരം. അതുകൊണ്ട് ഒത്തിരി ടയേർഡാക്കണം. 1 മിനിറ്റ്. സോറി. ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് കുറച്ചും കൂടി എനിക്ക് നോക്കാനുണ്ട്. കാരണം അത്യാവശ്യം ഒരു ഗ്രെയിനി ഫീൽ തോന്നുന്നുണ്ട്. ഏറെക്കുറെ 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പം 100 കിലോയിലൊരു 2 റെപ്പറ്റീഷനും പിന്നെ ഇത് കഴിഞ്ഞിട്ട് 110 ഒറ്റ റെപ്പറ്റീഷനും കൂടെ ചെയ്തിട്ട് ഞാനൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും. ആ 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഞാനൊരു 120 ലോഡ് ചെയ്തിട്ട്
5 റെപ്പാണ് നമ്മുടെ ഗോള്. പറ്റുമോ എന്ന് നോക്കാം. ഒരു മിനിറ്റെങ്കിലും ടൈം എടുക്കാം. അപ്പോൾ ഈ 1 മിനിറ്റ് കഴിയാൻ നേരം 1 റെപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏറെക്കുറെ RPM 1 റെപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് മാക്സിമം. ഇപ്പം ഇതിപ്പോൾ ഞാൻ എഴുതിയിട്ടേക്കുന്ന പ്രകാരം ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് ഫുള്ള് ഞാൻ വായിക്കാം. ബാക്ക് സ്ക്വാട്ട് എന്ന് പറയുന്ന ആദ്യത്തേത് ഒരു സെറ്റ് 5 റെപ്പറ്റീഷൻ, അത് 120 കിലോയുടെ. ഇത് കഴിഞ്ഞിട്ട് ബാക്ക് സ്ക്വാട്ട് അടുത്ത് രണ്ടാമത് വേറൊരെണ്ണം കൂടെ ഉണ്ട്. ഇത് ഏറ്റവും ടോപ്പ് സെറ്റ് എന്ന് പറയുന്നതിൽ സ്ട്രെങ്ത് കയറാൻ വേണ്ടിയുള്ള വർക്കൗട്ട്. എന്നിട്ട് ഞാൻ അപ്പോൾ മസിൽ ഒരു ടെൻഷനിലെത്തുമല്ലോ. ആ ടെൻഷനിലെത്തിക്കഴിയുമ്പം ഇച്ചിരി കൂടെ പുഷ് കൊടുക്കാൻ വേണ്ടി ഒരു 2 സെറ്റ്സ് ഓഫ് 8, അത് ചിലപ്പം 60%, 55% ഓഫ് 100 മാക്സ് ആയിരിക്കണം. അത് വെച്ച് 2 സെറ്റാണ് 8 റെപ്പറ്റീഷൻ. അന്നേരം തന്നെ കാലിനൊരു തീരുമാനമാകും. പിന്നെ ഓവർഹെഡ് പ്രസ്, ഗ്ലൂട്ട് ഹാം റൈസ്, ഹെംസ്ട്രോ, ഹാമർ കേൾ, ഇത്ര ഉള്ളൂ ഇന്നത്തെ വർക്കൗട്ട്. പക്ഷേ അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ നോക്കാം. 1 മിനിറ്റായി. അപ്പോൾ ഇത് 1 റെപ്പ് ചെയ്തിട്ട് 5 മിനിറ്റ് ബ്രേക്ക് ഇടും. ഓക്കെ, വലിയ പാട് തോന്നിയില്ല. അപ്പോൾ ഇനി 5 മിനിറ്റ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് തൽക്കാലം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഓഫ് ചെയ്യുകയാണ്. 5 മിനിറ്റ് ബ്രേക്ക് ഇട്ടിട്ട് 120 5 റെപ്പറ്റീഷൻ. കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം 5 റെപ്പ്. അമ്മേ, ഓക്കെ, അത് 5 റെപ്പ് കഴിഞ്ഞ്. ഇനി അടുത്തത് എത്രയാണ്? 70% ആണ്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ബ്രേക്ക് വെക്കാം. 70% എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ സ്ക്വാട്സിൻ്റെ 1 റെപ്പ് മാക്സ് എന്ന് പറയുന്നത് 150 ആണ്. 70 എന്ന് പറയുമ്പോൾ 70 ഡിവൈഡ് ബൈ 100, 0.7 ടൈംസ് 150, 105 കിലോ വെച്ചായിരിക്കും ആ 2 സെറ്റ്സ് ഓഫ് 8 ചെയ്യുന്നത്. 105. അപ്പോൾ തൽക്കാലം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ബ്രേക്ക് ആകട്ടെ. അത് കഴിഞ്ഞ് തുടങ്ങാം. 3 മിനിറ്റായി.
അമ്മേ, കുറേ നാൾക്ക് ശേഷം സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ അറിയാനുണ്ട്. അയ്യോ, ഒരു രക്ഷയില്ല. 3 മിനിറ്റാണ് ബ്രേക്ക്. പക്ഷേ എനിക്ക് അത്യാവശ്യം ശ്വാസം കിട്ടാത്തതുകൊണ്ട് ഒരു 4 മിനിറ്റെങ്കിലും ബ്രേക്ക് ഇടും. ഈ 4 മിനിറ്റ് കഴിഞ്ഞ് ഈ സെയിം തന്നെ ഒന്നും കൂടെ 8 റെപ്പറ്റീഷൻ. സമയം അങ്ങനെ 5 മിനിറ്റ് എടുത്ത്. വേണ്ട, വാ, എങ്ങനെയോ തീർത്തു. ഇനി ഇതുപോലെ തന്നെ ഒരു 4 മിനിറ്റ് കൂടെ ബ്രേക്ക് എടുത്തിട്ട് സ്ക്വാട്ട്സ് എല്ലാം കഴിഞ്ഞു. ഒരു മെയിൻ സെറ്റും 2 അത് കഴിഞ്ഞിട്ടുള്ള സപ്പോർട്ടിങ് സെറ്റും, ഇനി 4 വർക്കൗട്ടും കൂടെ. ഇപ്പോൾ നമുക്ക് ഓവർ പ്രസ്സും കൂടെ ഉണ്ട്. എൻ്റെ ലാസ്റ്റ് വണ്ടർ മാക്സ് ഓവർ ഹെഡ് പ്രസ്സിംഗ് എന്ന് പറയുന്നത് 60 കിലോ ആയിരുന്നു. 60 അല്ല, 70-80s റേഞ്ച് വരെ പോയിട്ടുണ്ട്. പക്ഷേ 60 അത്യാവശ്യം നമുക്ക് വലിയ സ്ട്രെയിൻ ഇല്ലാതെ ചെയ്യാൻ പറ്റിയൊരു വെയിറ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്നാലും ഡ്രോപ്പായി കാണണം. കാരണം എൻ്റെ പുഷ് മസിൽസ് വീക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 60 കിലോ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഇപ്പോൾ തന്നെ മെയിൻ സെറ്റ് എന്ന് പറയുന്നത് 2 വാമപ്പ് സെറ്റും 3 സെറ്റ്സ് ഓഫ് 8ഉമാണ്. അപ്പോൾ ഞാൻ 40 കിലോ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കും, പോവുമോ ഇല്ലയോ. 3 സെറ്റ്സ് ഓഫ് 8 ട്രൈ ചെയ്ത് നോക്കാം. തൽക്കാലം 2 വാമപ്പ് സെറ്റാണ് ആദ്യം. അത് ഞാൻ ബാർ വെച്ചെണ്ണവും പിന്നെ ഒരു 30 കിലോയുടെ ഒരു 3-4 റെപ്പറ്റീഷന്. ഓക്കെ, ഇനി മെയിൻ സെറ്റ് തുടങ്ങാൻ സമയമായി. ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വല്ലതും റെസ്റ്റ് ഇട്ടിട്ട് ഞാൻ പറയാം 40 കിലോ ട്രൈ ചെയ്ത് നോക്കാം. പോകേണ്ടതാണ്, നല്ലൊന്ന് നോക്കാം.
അനദർ 3 മിനിറ്റ്സ്, അതെ 2 മിനിറ്റ്സ് മതി. അങ്ങനെ 2 സെറ്റും കൂടെ കഴിഞ്ഞ് ഇതും കഴിയും. പിന്നെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ഗ്ലൂട്ട് ഹാം റൈസ്. ആ മെഷീൻസിനടുത്ത് 2 ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ മാക്സിമം നമ്മൾ അവരുടെ പ്രൈവസിയും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നീ വലിയ ഗ്യാപ്പില്ലായിരുന്നു. എന്നുവെച്ചാൽ ഇപ്പം എൻ്റെ റേഞ്ചിലാണ് തന്നെ തൊട്ടടുത്ത് അങ്ങനെ ഒത്തിരി ആൾക്കാരില്ല, കുറച്ച് അപ്പുറത്ത് മാറിയേ ഉള്ളൂ. പക്ഷേ മറ്റേ അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിരുന്നു, ഇത്രയും ഡിസ്റ്റൻസിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ അത് ഷൂട്ട് ചെയ്തില്ല. ഇനിയിപ്പോൾ ഉള്ളത് ഹെംസ്രോയും ഹാമർക്കളും മാത്രമേ ഉള്ളൂ. ഹെംസ്രോ 1 to 2 മിനിറ്റ്സ് റെസ്റ്റ്. RP ആദ്യത്തെ വാമർ സെറ്റ്സ് മാത്രം ഒരു 10 കിലോ വെച്ച് ചെയ്യും, പിന്നെ 15 കിലോ എടുത്ത് നോക്കാം. പന്ത്രണ്ടിൽ തുടങ്ങാം. 3 sets of 15. ഇതിപ്പോൾ ഞാൻ 12 കിലോ വെച്ച് 15 റെപ്പറ്റീഷനാണ് ചെയ്യേണ്ടത്. ഈ 15 റെപ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഈ 15 റെപ്പറ്റീഷൻ RP 9 എന്ന് പറയും. RP 9 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഐഡിയ ആണ്. ഇപ്പോൾ സപ്പോസ് എനിക്കിത് 15 റെപ്പാണ് ചെയ്യേണ്ടത്. 15ാമത്തെ റെപ്പ് ഞാൻ കഷ്ടിച്ചെങ്ങനെയോ ഞാൻ ചെയ്തു, അതായിരിക്കും എൻ്റെ RP 10. നമുക്ക് എത്രയായിരിക്കും നമുക്കിത് പാട്, ഔട്ട് ഓഫ് 10 ഒരു മാർക്ക് കൊടുത്ത് എത്ര ഇടും, അതാണ് RP. അപ്പം 15 റെപ്പാണ് എനിക്ക് ചെയ്യേണ്ടതെങ്കിൽ 15 ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1-2 റെപ്പും കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് RP 9. RP 10 എന്ന് വെച്ചാൽ നമ്മൾ ഫെയിലായി, ലാസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരെണ്ണം പോലും പോവില്ല. അപ്പോൾ ഇത് RP 9 ആയിരിക്കണം. അങ്ങനത്തെ ഒരു വെയിറ്റ് ചൂസ് ചെയ്യണം. ഒറ്റയടിക്ക് എന്നാൽ ഇൻക്രീസ് ചെയ്യുന്നില്ല, വീക്ക്ലിയേ കൂട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 3 സെറ്റ് ഉണ്ടാകും, 3 സെറ്റിൽ 2 സെറ്റാണെന്ന് നോക്കണം, അതിനനുസരിച്ച് കൂട്ടിക്കൊണ്ട് വരും. തൽക്കാലം ഇത് ഞാനൊന്ന് 15 ചെയ്ത് നോക്കാം. ഫോമാണ് ഇമ്പോർട്ടൻറ്റ്, ഒത്തിരി വെയിറ്റ് എടുക്കുന്നതിലല്ല, ഒത്തിരി വെയിറ്റ് നല്ല ഫോമിൽ ചെയ്യുന്നതാണ് കാര്യം. ഈ വെയിറ്റിൽ ഇനി 1-2 റെപ്പും കൂടെ പോകത്തുള്ളൂ, അത്രയും 15 റെപ്പറ്റീഷൻ ഉള്ളതുകൊണ്ട്. എപ്പോഴും ഞാൻ സ്റ്റോപ്പ് വാച്ച് അപ്പം തന്നെ ഓണാക്കിയേക്കും. 1 മിനിറ്റ് മതി ഇതിന് ബ്രേക്ക്. ഇതിനങ്ങനെ വലിയ ഇൻറ്റൻസിറ്റി ഉള്ള വർക്കൗട്ടല്ല. അപ്പം തൽക്കാലം 3 സെറ്റ് എന്നുള്ളതിൽ 1 സെറ്റും കൂടെ 12 വെച്ച് തന്നെ നോക്കാം. 10 കിലോ വെച്ച് വാംപ് ചെയ്തു. 12 കിലോയുടെ 1 സെറ്റ് കഴിഞ്ഞു. അടുത്ത 1 മിനിറ്റ് ആകുമ്പം 12 കിലോ ഒന്നുകൂടെ ചെയ്യും. അടുത്തതിലും വലിയ പാട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ 3-4 റെപ്പറ്റീഷൻ പോകുമെന്നുള്ള കേസാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ട്രിപ്പ് മാത്രം 12 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നേരെ 14 അപ്പം 14 ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഞാൻ വരാൻ നേരം എനിക്കിപ്പോൾ തോന്നുവാണ്, സപ്പോസ് ഈ വീക്ക് എനിക്ക് തോന്നുക 12 14 ചെയ്തു, 14 എനിക്കൊന്നും തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഒറ്റയടിക്ക് ഫുള്ള് 14 ആക്കത്തില്ല. പകരം 12 14 കിടന്നിരുന്നത് അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും ആദ്യത്തേത് മാത്രം 12, പിന്നെയുള്ള 2 സെറ്റ് 14. അതും ഒക്കെ ഞാൻ തോന്നിയാൽ മാത്രം ഞാൻ 3 സെറ്റ് 14 ആക്കുള്ളൂ. അങ്ങനെ പയ്യെ കൂട്ടിക്കൊണ്ട് വരും. ബോഡിയെ സംബന്ധിച്ചോളം ചെറിയ ഡിഫറൻസ് ആണെങ്കിലും അതിനെ സംബന്ധിച്ചോളം ഗ്രോത്തിനൊരു ചാൻസ് നമ്മൾ കൊടുക്കുക. 1 മിനിറ്റായി.
പറ്റത്തില്ല, 14 പറ്റത്തില്ല. കാരണം എനിക്ക് നല്ല ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്തു ലാസ്റ്റ്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നേരെ വെയിറ്റ് കൂട്ടാഞ്ഞത്. കാരണം നമുക്ക് 3 സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ RP റേഞ്ച് ക്രോസ് ആയാൽ ലൈക്ക് എല്ലാവർക്കും ആ പ്രശ്നമില്ല, പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് റിക്കവറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഞാൻ കുറ്റപ്പെടുത്തുമല്ല, സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും അവർക്ക് അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യം. കാരണം കമ്പാരിറ്റീവ്ലി നമ്മളെക്കാളും റിക്കവറി അവർക്ക് ഒത്തിരി കൂടുതലുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും അവർ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ താഴ്ത്തി പറയുന്നൊന്നുമല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് റിക്കവറി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതും കൂടെ അസസ് ചെയ്യണം. ഫെയിലിയർ വേണമെന്ന് ചോദിച്ചാൽ എല്ലാ വർക്കൗട്ടും ഫെയിലിയർ വേണമെന്നല്ല, ചിലത് വേണം. ചിലത് RP കൗണ്ട് ഇട്ട് ഒത്തിരി നമ്മൾ സയൻറ്റിഫിക്കലി ചിന്തിക്കുകയും വേണം. നമ്മളിത് കൂട്ടാൻ പോവുകയാണ് എന്നാണെങ്കിലും. ഇതിപ്പോൾ 12 തന്നെ അത്യാവശ്യം ഓക്കെ ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ 3 സെറ്റ് ഞാൻ 12 ചെയ്തിട്ട് ഇനി വരുന്ന ആഴ്ചയിൽ ഞാനിങ്ങനെ 12 തന്നെ മെയിൻറ്റെയിൻ ചെയ്യത്തില്ല. പാടാണെന്ന് പറഞ്ഞാലും ഇതിപ്പോൾ ഇന്ന് ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കൂട്ടേണ്ട കാര്യമില്ല. പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ ചിലപ്പം വീണ്ടും ഇത് തന്നെ ഒന്നുകൂടെ ചെയ്യും, 3 സെറ്റ് 12. അങ്ങനെ 2 അല്ലെങ്കിൽ 3 ആഴ്ചയെ മാക്സിമം ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അടുത്ത ആഴ്ച എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ 12, പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ 12, 14 എന്നായിരിക്കും ചെയ്യുന്നത്. സംസാരിച്ച് അടുത്ത 1 മിനിറ്റും കഴിഞ്ഞു. ലാസ്റ്റ് സെറ്റ് 15 റെപ്പും കൂടെ ചെയ്താൽ ഇത് കഴിഞ്ഞിനി ഒരു വർക്കൗട്ട് ഹാമർ കേളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ജോലിയുണ്ട്. ചെന്ന് കുളിച്ച് കഴിച്ച് ഓക്കെ. അയ്യോ, ബാക്കിലെ മസിൽസ് എല്ലാം കിടന്ന് വലിയുന്നത് മനസ്സിലാവുന്നുണ്ട്. ധാരാളമാണ്. പിന്നെ എല്ലാം ഈ ആഴ്ച ചെയ്തതെല്ലാം കറക്റ്റ് ഇൻറ്റൻസിറ്റി. അപ്പോൾ അത് ഒരാഴ്ച കൂടെ എനിക്ക് ഫോളോ ചെയ്യണം. അതുകൊണ്ടെല്ലാം ഞാൻ സെയിം എന്ന് തന്നെ എഴുതി വെക്കും. ഞാൻ സെയിം എന്ന് എഴുതാത്ത വർക്കൗട്ടുകളെല്ലാം വിച്ച് മീൻസ് എനിക്ക് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സ്കോപ്പ് ഉണ്ട് എന്നാണ്. അപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ ചെറിയ വെയിറ്റ് കൂട്ടും. ഇപ്പോൾ ഞാൻ ചെയ്തതിൽ ഒന്നും തന്നെ വെയിറ്റ് കൂട്ടാൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാം സെയിം എന്ന് തന്നെ എഴുതും. ഇനിയിപ്പം ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഹാമർ കേളും കൂടെ ചെയ്ത് സെഷൻ എൻഡ് ചെയ്യും. 10 കിലോ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു മനസ്സിൽ. പക്ഷേ 10 കിലോ ആരോ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് നമുക്ക് സമയം കളയാനില്ല. 3 സെറ്റ്സ് 26 റെപ്പറ്റീഷനാണ്. 2 കൈയും കൂടെ കൂട്ടി 13, 13. അപ്പോൾ 26 റെപ്പറ്റീഷൻ. അത് RP 10 അതായത് ഫെയിലിയർ ആയിരിക്കണം. ലാസ്റ്റ് ചത്തേ നിർത്താവുള്ളൂ. അങ്ങനെ 3 സെറ്റുണ്ട്. ഓക്കെ, ഇത് RP ഏറെക്കുറെ 10 തന്നെയാണ്. കാരണം 3 സെറ്റ് ആകുമ്പോഴത്തേക്കും പടമാവും. ഓക്കെ, ഇനി 1 മിനിറ്റ് അവിടെ റെസ്റ്റ്. 12 തന്നെ. അപ്പോൾ അടുത്ത ആഴ്ചയും കുഴപ്പമില്ല. 10 കിട്ടാൻ നന്നായി. ഒരു സെറ്റ് വെറുതെ വേസ്റ്റ് ചെയ്തില്ല.
2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 19, 20, 21, 22, 23, 4, ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് ഉറപ്പായിട്ടും RPE 10 പോകുന്നു. ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അങ്ങനെ നിർത്തേണ്ട വരുമ്പോൾ കേസുകളിൽ ഞാൻ ചെയ്യുന്നത്, എനിക്ക് 26 റെപ്പറ്റീഷനായിരുന്നു ചെയ്യേണ്ടത്. ഞാനത് നിർത്തിയത് 17ാമത്തെ റെപ്പറ്റീഷനിലാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെയിറ്റും താഴെ വെച്ചിട്ടൊരു എത്ര റെപ്പറ്റീഷനാണ് ഞാൻ അതുവരെ ചെയ്തത് അത്രയും സെക്കൻഡ്സായിട്ട് ഞാൻ ജസ്റ്റ് മനസ്സിലെണ്ണും. അപ്പോൾ ഞാൻ 17 നിർത്തിയത്. 1, 2, 3 അങ്ങനെ 17 വരെ എണ്ണും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പണ്ട് തൊട്ടേ അങ്ങനെ ശീലിച്ചു പോയി. അപ്പോൾ കറക്റ്റ് 17ാമത്തെ കൗണ്ട് ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ വെയിറ്റ് എടുത്ത് ഞാൻ ബാക്കി ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദയയില്ല, ആ സെറ്റ് ഞാൻ അങ്ങ് ചെയ്തില്ല എന്ന് കൂട്ടി ഞാൻ ഒന്നേം തുടങ്ങും. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് മാറ്റും. അപ്പോൾ കുഴപ്പമില്ല, അത് പോയി നിർത്തിയിട്ടാണെങ്കിലും പോയല്ലോ. പിന്നെ അടുത്ത 1 മിനിറ്റ് പോരാ, 2 മിനിറ്റിലും അടുത്ത് ബ്രേക്ക് അടിച്ച്. ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 പോടാ, 19, 20, 21, 22, 23, വർക്കൗട്ട് കഴിഞ്ഞു. ഇനിയിപ്പം എത്ര മണിക്കാണ്? 7:52 ഇവിടുന്ന് വീട്ടിലോട്ട് ബസ്സുള്ളത്. ഇപ്പോൾ സമയം ഏറെക്കുറെ 7:36. അപ്പോൾ നമ്മൾ ഇവിടെ വന്നതറിയാലോ, 6 മണിയായപ്പോഴായിരുന്നു വന്നത്. തണുപ്പ് എപ്പോൾ തുടങ്ങുന്നു അപ്പോൾ എനിക്ക് മൂക്കൊലിപ്പും തുടങ്ങും, സ്ഥിരമുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് ആ ബസ് കയറണം, വീട്ടിലെത്തണം. ബസ്സിൻ്റെ സമയപ്രകാരം ഇത് കാണിക്കുന്നത് 8:10 ആകുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് പോസ്റ്റ് വർക്കൗട്ട് മീൽ എടുക്കണം. ഇന്ന് ജോലിയുണ്ട്, 10 മണിക്കാണ് വർക്ക്, അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് വന്നത്. അല്ലായിരുന്നെങ്കിൽ പ്യൂർ ജിമ്മിൻ്റെ തന്നെ വർക്ക് പ്ലേസിന് തൊട്ടടുത്ത് ജിമ്മുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പോയി ജോലി സ്ഥലത്ത് വെറുതെ ഇരിക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയില്ല, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പം ഇപ്പോൾ സെഷൻസ് തീർത്തു, തിരിച്ച് വീട്ടിൽ ചെല്ലുന്നു, പോസ്റ്റ് വർക്കൗട്ട് മീൽ കഴിക്കുന്നു, റെഡിയാകുന്നു. പിന്നെ ഉള്ള ലഞ്ചും സ്നാക്സും ഈവൻ പോസ്റ്റ് വർക്കൗട്ട് മീൽ പോലും ഇത്ര സാധനങ്ങൾ ഇന്നലെ പ്രിപ്പ് ചെയ്ത് വെച്ചിരുന്നു. അവിടെ ചെന്നിട്ട് കഴിച്ചാൽ മാത്രം മതി. അതെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് പോകണം. നല്ല തിരക്കുണ്ടെന്നാണ് കേട്ടത്. പിന്നെ എല്ലാവരും മിക്കപ്പോഴും കമൻറ്റ്സ് ചോദിക്കാറുണ്ട് എന്ത് ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ ബേസിക്കലി ഞാൻ പഠിച്ചത് സൈബർ സെക്യൂരിറ്റിയാണ്. പക്ഷെ അതിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി പാടാണ്. അതിനെപ്പറ്റി ഡീറ്റെയിലായിട്ട് ഞാൻ പിന്നെ പറയാം. ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രസൻ്റ്ലി ഞാൻ ഹൗസ് കീപ്പിങ്ങിൽ സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സൂപ്പർവൈസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്ത റൂമുകൾ ഓക്കെ ആണെന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവരോട് പറഞ്ഞത് വീണ്ടും ചെയ്യിക്കുക. ഇങ്ങനത്തെ പരിപാടിയാണ്. പിന്നെ ആൾക്കാരില്ലാത്ത ദിവസങ്ങളിൽ അവരെ ഹെൽപ്പ് ചെയ്യണം. അതാണ് ഞാനിപ്പോൾ പ്രസൻ്റ്ലി ചെയ്യുന്ന ജോലി. പിന്നെ ഞാൻ അവിടെ പഠിക്കാനാണ് വന്നത്. പഠിച്ചു കഴിഞ്ഞിട്ടുള്ള വിസയിലാണ് നിൽക്കുന്നത്. ഫുൾ ടൈം ജോലി ആയിട്ടില്ല. ഫുൾ ടൈം മീൻസ് ഇൻ ദ സെൻസ് പഠിച്ച ഫീൽഡിലായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് പ്രസൻ്റ്ലി ഉള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഇന്നത്തേക്ക് ഏറെക്കുറെ എല്ലാ ദിവസവും ഏറെക്കുറെ സെയിം തന്നെയാണ്. വലിയ ഡിഫറൻസ് ആയിട്ടൊന്നുമില്ല. മാക്സിമം ടൈം മാനേജ് ചെയ്യാൻ നോക്കുക. പിന്നെ ഞാൻ എല്ലാത്തിനും ഒരു ഇന്ന ടൈമിൽ ഞാൻ കഴിക്കണം, ഈ ടൈമിൽ ജിമ്മിൽ പോകണം, ഇങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്കറിയാം ഒരു ബിസി ലൈഫാണ്, ഇതിനിടയ്ക്ക് വർക്കും കഴിഞ്ഞ് എനിക്ക് ഇത്രയും ഫുഡ് കഴിച്ചിറക്കണം. അപ്പം ചിലരെന്നെ കാണുമ്പോൾ പറയും അവൻ അത്രയും ലീനായിട്ടിരിക്കുന്നു, ഭയങ്കര ലക്കിയാണ്, അങ്ങനെ പറയും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ഡ്രോബാക്കും ഉണ്ട് അതിന്. ഇപ്പം ഞാൻ വേറെ വണ്ണമുള്ളവരെ കാണുമ്പോഴത്തേക്കും ഞാൻ പറയും, ഓ എന്നെ പെട്ടെന്ന് അവർ വണ്ണം വെക്കുന്നത് ലക്കിയാണ്. നമ്മുടെ സൈഡിൽ നമ്മൾ അങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ ലീനായിട്ടിരിക്കുന്നവർക്ക് അതിൻ്റെ പാടറിയുള്ളൂ. അതായത് എന്നെ സംബന്ധിച്ചോളം ഞാൻ എങ്ങനെ കഴിച്ചാലും ഫാറ്റ്സ് ഭയങ്കര ചെറിയ പെർസെൻറ്റേജിൽ എനിക്ക് ബോഡി കയറത്തുള്ളൂ. ഇനി അതല്ല, ഞാൻ വലിച്ചാരി കഴിക്കാൻ നോക്കിയാൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, വെറുതെ അത് വയറ്റിൽ നിന്ന് പോകത്തേ ഉള്ളൂ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അപ്പോൾ ലീനായിട്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു ലോഡ് ഫുഡ് ആ കറക്റ്റ് എമൗണ്ടിൽ കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് വെയിറ്റ് കയറത്തുള്ളൂ. അതെപ്പോഴെങ്കിലും ചെറിയ എമൗണ്ടിലാണെങ്കിൽ കുറഞ്ഞാൽ തന്നെ അപ്പം തന്നെ എനിക്ക് വെയിറ്റും ഡ്രോപ്പ് ആകും. അപ്പോൾ ഒത്തിരി ഇരുന്ന് കഴിക്കണം. അതാണ് ഒത്തിരി മെലിഞ്ഞിരിക്കുന്നവരോടും ഇങ്ങനെ ഭയങ്കര ലീനായിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നവരൊക്കെ എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. നമ്മൾ കഴിക്കുന്നുണ്ട് ഒരു ദിവസം കഴിച്ചാൽ പോരാ, നമ്മൾ എല്ലാ ദിവസവും സെയിം എമൗണ്ടിൽ കഴിച്ചുകൊണ്ടേ ഇരിക്കണം. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെന്താ, അപ്പോൾ ഇന്ന് ജോലി തിരിച്ച് വന്നിട്ട് പുതിയ ക്ലയൻസിൽ 1-2 പേരെ വിളിക്കാനുണ്ട്. പിന്നെ ഇന്നാണ് എൻ്റെ ഗേൾഫ്രണ്ടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആനിവേഴ്സറി എന്നാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും പ്ലാൻ ചെയ്യണം. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, എന്തെങ്കിലും ചെയ്യണം. വലിയ എക്സ്പെൻസീവായിട്ട് പ്ലാൻ ചെയ്യാനുള്ള ഇപ്രാവശ്യം കാശുമില്ല, ദരിദ്രനുമാണ്, മാത്രമല്ല സമയവുമില്ല. പക്ഷെ അതിനുവേണ്ടി ഇച്ചിരി സമയം നമ്മൾ കണ്ടെത്തിയല്ലേ പറ്റുള്ളൂ, പാർട്ട്ണറല്ലേ. അപ്പോൾ എനിവേ ഞാനിനി ബസ് കിട്ടുന്ന അങ്ങോട്ട് നടക്കട്ടെ. ഓക്കെ, ഞാനപ്പോൾ ജസ്റ്റ് വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി അത്യാവശ്യം പെട്ടെന്ന് തന്നെ കഴിക്കണം. ഓക്കെ, ഇതാണ് പോസ്റ്റ് വർക്കൗട്ട് മീൽ. ഞാൻ കാണിക്കാം. ഇതിൽ ഞാനിപ്പം ഇട്ട് വെച്ചേക്കെന്ന് പറഞ്ഞാൽ ബസ്മതി റൈസ്, പിന്നെ ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടേക്കുന്നതാണ് ഹെൽത്തി ഫാറ്റ്സിന് വേണ്ടി. അതാണ് പോസ്റ്റ് വർക്കൗട്ട് മീൽ എന്ന് പറയുന്നത്. നോർമലി ഞാൻ ചെയ്യുന്നത് ഇതിൽ ഒരു മീലിൽ മാത്രമേ ഉള്ളൂ ഒലിവ് ഓയിൽ ഒഴിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ റൈസും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചപ്പോഴത്തേക്ക് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ മൈക്രോവേവ് 2 മിനിറ്റ്സ് വേണ്ട, 1.5 മിനിറ്റ് മതി. ഇപ്പോൾ ഏറെക്കുറെ സമയം 8:20 ആകുന്നു. 9:30 ഇവിടുന്നൊരു വണ്ടിയുണ്ട്. അപ്പോൾ അത് കയറിയാൽ 10 ആകുമ്പോഴത്തേക്കും ഞാനിവിടെ വർക്ക് പ്ലേസിൽ ചെല്ലും. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് കൊണ്ടുപോകാൻ ഇനി 2 മീൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മീൽ ഞാൻ ഇന്നലെ കാണിക്കാം. അപ്പോൾ ആ മീൽസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ സ്നാക്സാണ്. ഇതിനകത്ത് ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ 38 ഗ്രാം, പിന്നെ ആൽമണ്ട്സ് ഉണ്ട്, പിന്നെ കുറച്ച് ഓട്സ് ഉണ്ട്. അത്രേ ഉള്ളൂ. അവിടെ ചെന്നാൽ ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിക്കേണ്ട കേസ് മാത്രമേ ഉള്ളൂ, ചൂടുവെള്ളം. അപ്പോൾ സ്നാക്സായി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഏറെക്കുറെ ആ സെയിം മീൽ തന്നെയാണ്. പക്ഷേ ഇതിൽ ഒറ്റ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ചിക്കൻ ബ്രസ്റ്റും ഇതിൽ എക്സ്ട്രാ ഫാറ്റ്സിന് വേണ്ടി, ഡെയിലി ഫാറ്റ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതിൽ 250 ഗ്രാം ചിക്കൻ തൈസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ 2 മീൽസ് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അതിപ്പോൾ കഴിക്കും. ഓക്കെ, പോസ്റ്റ് വർക്കൗട്ട് മീൽ കഴിച്ച് കഴിഞ്ഞു. പിന്നെ എന്നോട് സപ്ലിമെൻറ്റ്സിനെ പറ്റി ചോദിക്കുന്നവരുടെ അടുത്ത്, ഞാനിപ്പോൾ പ്രസൻ്റ് യൂസ് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സിന് ഒരു വേ പ്രോട്ടീനും ക്രിയാറ്റിനും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കി മറ്റേ വൈറ്റമിൻ ക്യാപ്സ്യൂൾസൊക്കെ അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ഇവിടെ കുറച്ച് നാളായിട്ട് എടുക്കാറില്ല. ഇനിയിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ഒമേഗ 3 മൾട്ടി വൈറ്റമിനും മാത്രമേ ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഏത് ബ്രാൻഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷനൊന്നുമല്ല, ഞാൻ സ്പോൺസേർഡുമല്ല. മൈ പ്രോട്ടീനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് റീസൺ വേറൊന്നുമല്ല, ഇവിടെ മൈ പ്രോട്ടീൻ്റെ ആപ്ലിക്കേഷൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഓഫേഴ്സ് അവർ ഇപ്പോൾ എന്നാ പറയുന്നത് സെയിൽ, അങ്ങനെ ഒത്തിരി പരിപാടികൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പം കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞതും അത്യാവശ്യം ഇവിടെ എല്ലാവരും യൂസ് ടു ആയിട്ടുള്ളത് ഒന്നാണിത്. ഇനി അതല്ല നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, കാശുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഞാൻ ഇന്നേ ഒരു യൂസ് ചെയ്യൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയമണ്ടൈസാണ്. അതിൻ്റെ പ്രോട്ടീൻ പൗഡറിൻ്റെ മിക്സബിലിറ്റി, ടേസ്റ്റ് ഒരു രക്ഷയില്ല. പിന്നെ അത്രയും കാശ് സ്ഥിരം മുടക്കാനില്ലാത്തതുകൊണ്ടാണ്
അത് വേണ്ടെന്ന് വെച്ചേക്കുന്നത്. ഇൻ ദ ഫ്യൂച്ചർ ഉറപ്പായിട്ടും അത്യാവശ്യം സെറ്റായുള്ള ജോലി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഡയമണ്ടൈസ് തന്നെയായിരിക്കും. ഡയമണ്ടൈസിന് ക്രിയാറ്റിൻ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ മസിൽ ടെക്കും അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ എന്നാണേലും ഇത് ക്രിയാറ്റിനൊരു സ്കൂപ്പും കൊടുക്കണം, അത് വിട്ടുപോയി. അപ്പം 8:45 ഇനിയിപ്പോൾ കുളിയും കഴിഞ്ഞ് ഡ്രസ്സും മാറി ഇറങ്ങണം. പിന്നെ ഒരു കാര്യം, ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഒരു തവണ മെഷർ ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവരുടെ സ്കൂപ്പ് എന്ന് പറയുന്നത് 3 ഗ്രാംസാണ്. 3 to 5 ആണ് റെക്കമെൻഡ് ഡോസേജ്. പിന്നെ നിങ്ങൾ എത്ര കഴിക്കണം എന്നുള്ളത് ഓരോ ബ്രാൻഡിനനുസരിച്ച് അവരത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ബ്രാൻഡിലാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു സ്കൂപ്പ് അതിന് ബ്രാക്കറ്റിൽ ഇങ്ങനെ 3 to 5 എഴുതിയിട്ടുണ്ട്, അപ്പോൾ 3 കാണുള്ളൂ. പക്ഷേ ചിലർ പറയും അവരുടെ ഒരു സ്കൂപ്പ് എന്ന് പറയുന്നത് തന്നെ 6. ഞാൻ നേരത്തെ നിന്നിരുന്ന എൻ്റെ കസിൻ്റെ അവിടെ അവർ മേടിച്ചിരുന്നതിൽ അതിൻ്റെ ബാക്കി ഞാൻ വായിച്ചപ്പോൾ കണ്ടായിരുന്നു ഒരു സ്കൂപ്പ്, പക്ഷേ അത് 6.5 ഗ്രാംസാണ്. അപ്പോൾ ഏത് ബ്രാൻഡാണ് നിങ്ങൾ മേടിക്കുന്നത് അവരുടെ റെക്കമെൻഡ് ഡോസ് എത്രയാണോ അതിനനുസരിച്ച് അങ്ങ് ഫോളോ ചെയ്യുക. എപ്പോഴാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും പോസ്റ്റ് വർക്കൗട്ടായിട്ടാണ് കഴിക്കുന്നത്. സയൻറ്റിഫിക്കലി റിസർച്ചിലെല്ലാം ചെറിയൊരു ബെനിഫിറ്റ് അതിൽ പറഞ്ഞിട്ടുണ്ട്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. എപ്പോൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒരു ഡേയിൽ എപ്പോഴും എടുത്ത് ഫിനിഷ് ചെയ്യണമെന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. എങ്കിലും ഞാൻ പോസ്റ്റ് വർക്കൗട്ടായിട്ട് കഴിക്കുന്നു. ബാക്കി എല്ലാം കൊണ്ടും ക്യാമറ ഒരു രക്ഷയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ലോ ലൈറ്റ് സിറ്റുവേഷനിൽ, അതായത് ശരിക്കും ലോ ലൈറ്റ് സിറ്റുവേഷൻ, അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ചിലപ്പോൾ ഇതിലേതെങ്കിലും ഫുട്ടേജസ് അങ്ങനെ ആയിരിക്കണം, നമുക്ക് വലിയ ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫീല്, അല്ലെങ്കിൽ ഒരുമാതിരി മെഴുകൊക്കെ ഇരിക്കത്തില്ല അതുപോലത്തെ ഒരു ലുക്കിൽ, വലിയ ഷാർപ്നെസ് ഇല്ല, അങ്ങനത്തെ ഒരു ഫീൽ. ചിലപ്പം എഡിറ്റിങ്ങിന് എനിക്ക് ചിലപ്പം ചില ഷാർപ്നെസ് ആഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ പ്ലെയിൻ വ്ളോഗ് ആയതുകൊണ്ട് നോർമൽ കളർ മോഡിലാണ് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതല്ല കൺട്രോൾഡ് എൻവയോൺമെൻ്റ് ആണ്, കളറെല്ലാം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഡീലോഗിൽ ഷൂട്ട് ചെയ്തേനെ. പിന്നെ വേറെ ഒരു ക്യാമറ ഉള്ളത് A7 III ആണ്. അതിൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ ഫ്ലിപ്പ് ഔട്ട് സ്ക്രീനുള്ള ഒരെണ്ണം മേടിക്കുള്ളായിരുന്നുള്ളൂ. ഞാൻ 6600 ആയിരുന്നു അന്നേരം നോക്കിയത്. അന്നേരം ഇവിടെ ഒന്നിനും ഞാൻ അതിന് സ്റ്റോക്ക് കണ്ടില്ല. എൻ്റെ ഇതിന് മുന്നേ ഇരുന്ന ക്യാമറ എന്ന് പറയുന്നത് 6400 ആണ്. അതിൻ്റെ കളർ സയൻസും ഓട്ടോ ഫോക്കസും എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ അതിൽ ഇൻബിൽറ്റ് സ്റ്റെബിലൈസേഷൻ ഇല്ലായിരുന്നു, അതൊരു വലിയ ഡ്രോബാക്ക് ആയിരുന്നു അതിന്. പക്ഷെ ഒരു ഗിംബലും കൂടെ മേടിച്ചിരുന്നെങ്കിൽ അത് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അന്യായ ക്യാമറയായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് തന്നെ അങ്ങ് ഓഫായിപ്പോയി. പിന്നെ ഇവിടുത്തെ വാറണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അവർ നന്നാക്കാൻ നോക്കിയിട്ട് അവർക്ക് നന്നാക്കാൻ പറ്റിയില്ല. എൻ്റെ നിഗമനം ശരിയാണ്, അതിന് മദർ ബോർഡ് പോയതാണ്. അപ്പോൾ അവർക്കൊരു പോളിസി എന്ന് പറഞ്ഞാൽ 8 ഡേയ്സിനുള്ളിൽ നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ അവരൊന്നെങ്കിൽ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് തരും, അല്ലെങ്കിൽ അതിൻ്റെ സെയിം എമൗണ്ട് ക്യാഷ് തിരിച്ചു തരും. അപ്പോൾ അന്നതിന് റീപ്ലേസ് ചെയ്യാൻ അവരുടെ അതിൻ്റെ സ്റ്റോക്കില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ വേറെ ക്യാമറ, അപ്പോൾ അവർ നമുക്കൊരു വൗച്ചർ തരുള്ളൂ, കാശായിട്ട് തരത്തില്ല. അപ്പോൾ അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ മേടിക്കണം. അന്നേരം ഞാൻ നോക്കിയപ്പം അന്നേരം ഒരു സമ്മർ ഇവിടെ ഒരു സെയിൽ നടക്കുന്ന ഒരു ഓഫർ കിടന്നിരുന്നതാണ്. അവർ സെലക്ട് ചെയ്തേക്കുന്ന കുറച്ച് ക്യാമറകൾക്ക് 30,000 രൂപ ഒരു മാസം കഴിഞ്ഞ് ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അന്നേരത്തെ എൻ്റെ കയ്യിൽ കിട്ടിയ ആ ക്യാമറയുടെ കാശും ഒരു 15-20 രൂപയും കൂടെ എക്സ്ട്രാ കൊടുത്തിരുന്നെങ്കിൽ ഈ ക്യാമറ A7 III മേടിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഒരു 30 കൂടെ ഉണ്ടായിരുന്നു എക്സ്ട്രാ. അപ്പം മൊത്തം കൂടെ ഒരു 45-50 ആയിരുന്നു. അപ്പോൾ അതിൽ 30 തിരിച്ച് കിട്ടില്ല ഒരു മാസം കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഓർത്തിട്ടാൽ മതിയല്ലോ എന്ന് ഓർത്ത് അങ്ങനെ കൊടുത്തു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞാൽ 30,000 കിട്ടി, അത് വെച്ച് അടച്ചു. അങ്ങനെ ബാക്കിയും കൂടെ അടച്ച് അങ്ങനെയാണ് ആ ക്യാമറ എടുത്തത്. ഫ്ലിപ്പ് ഔട്ട് സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മിക്കപ്പോഴും ചെയ്യുന്ന ഒന്നെങ്കിൽ ഒരു ഊഹം വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യും, എന്നിട്ട് ഞാൻ ഡബിൾ ചെക്ക് ചെയ്യും കിട്ടിയോ എന്ന്. അല്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് ഒത്തിരി ടൈം കിട്ടാറില്ല ജിമ്മിലൊക്കെ ഷൂട്ട് ചെയ്യാൻ നേരം. ഇനി അല്ല നമുക്ക് സമയമുണ്ട്, അവധിയുള്ള ദിവസങ്ങളാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ ഐഫോൺ എടുത്ത് മോണിറ്റർ പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വെച്ച് അത് മോണിറ്ററായിട്ട് വെച്ച് എന്നിട്ട് നമുക്ക് അതുപോലെ കളർ ഗ്രേഡിങ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ഞാനത് S-Logലോ അല്ലെങ്കിൽ HLGയിലോ അങ്ങനെ ഷൂട്ട് ചെയ്യും. മിക്കപ്പോഴും നോർമൽ കളർ മോഡ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടി. അപ്പം 9:15 നമ്മളധികം ലേറ്റ് ആയിട്ടില്ല. ഫോൺ എടുത്തു, ബാഗ് വിൻ്റർ ആകുന്നെങ്കിലും അങ്ങനെ പറയാൻ മാത്രമല്ല വലിയ തണുപ്പില്ല, അതാണ് വേറൊരു ആശ്വാസം. കഴിഞ്ഞ പ്രാവശ്യം ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും നല്ല വിറയ്ക്കുന്ന തണുപ്പായിരുന്നു. അന്നേരം
അകത്ത് തെർമൽസും കയ്യിൽ ഗ്ലൗസും ജാക്കറ്റും എല്ലാം ഇട്ടിട്ട് പോലും നല്ല രീതിയിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓക്കെ.